ഞാൻ സന്ധ്യ പാലക്കാട് ജില്ലയിലാണ് താമസം. ഞാൻ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് 8 മാസമായി. ഇതിൻ്റെ ഇടയിലൊരു മാസം ഗ്യാപ്പായി. അപ്പോഴേക്കും എനിക്ക് ബാക്ക് പെയിൻ ആകെ ക്ഷീണമൊക്കെ ആയി. പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. എനിക്ക് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് വീട്ടിൽ ഞാൻ മെഡിസിൻ കഴിച്ചു. പിന്നെ അതിൻ്റെ വേദന നല്ല മാറുന്നതിന് മുന്നേ ഞാൻ യോഗ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പം എനിക്കത് പൂർണ്ണമായും മാറി. യോഗ ചെയ്യുന്നതിലൂടെയാണ് എനിക്ക് പൂർണ്ണമായും ഈ മാറ്റം ഉണ്ടായത്. പിന്നെ ഞാൻ ഇതിന് യോഗ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നല്ല വെയിറ്റൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. വെയിറ്റൊക്കെ ഏറ്റവും കുറവുള്ള ആൾ, ഞാൻ ജോയിൻ ചെയ്ത ആ മാസം ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ആൾ ഞാനായിരുന്നു. അപ്പോൾ ചേച്ചി ഇപ്പോഴും പറയായിരുന്നു, താനാണ് വെയിറ്റ് കുറവുള്ള ആൾ, ഞങ്ങളുടെയൊക്കെ തടി തനിക്ക് തരാമെന്നുള്ളത്. പക്ഷേ യോഗ ചെയ്യുന്നത് എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടും യോഗ ചെയ്യുന്നതിന് ആ ചേച്ചിയോടുള്ള ഇഷ്ടവും ഈ കുറഞ്ഞ ഫീസിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത് നമുക്ക് നല്ല മനസ്സിലാവും. നമ്മൾ ഡൗട്ടൊക്കെ ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരും. ഈ റെക്കോർഡ് ക്ലാസ് 24 മണിക്കൂർ നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഞാനിതിൽ ജോയിൻ ചെയ്തത്. യോഗ ചെയ്യാതെ എനിക്ക് പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഞാൻ എന്നും ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ബാക്ക് പെയിനൊക്കെ പൂർണ്ണമായിട്ട് മാറി. എനിക്ക് പഴയ പോലുള്ള ഉഷാറും ഉന്മേഷവും ഒക്കെ എനിക്ക് കിട്ടി. എനിക്ക് ബാക്ക് പെയിനൊക്കെ വന്നപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. ഞാൻ ഈ പഴയ പോലെ ആവാൻ പറ്റില്ലായിരിക്കുമെന്ന്. പക്ഷെ അതൊക്കെ എനിക്ക് പൂർണ്ണമായും മാറിയത് ചേച്ചിയുടെ ആ ഒരു തിയറി, ഒരു ക്ലാസ് നമുക്ക് എന്നും കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഉഷാറാണ്. കാരണം നമ്മളെന്തെങ്കിലും ടെൻഷനിലാണ് ചിലപ്പോൾ നമ്മളിരിക്കണമെങ്കിലും നമുക്കത് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം, നമ്മളൊരു സ്വന്തം ഒരു ചേച്ചി പറയുന്ന ഒരു ഫീലാണ് നമുക്ക്. കാരണം നമ്മൾ ചിലപ്പോൾ വല്ല ദേഷ്യത്തിലോ വല്ല സങ്കടത്തിലോ ഒക്കെ ആവും ചിലപ്പോൾ യോഗ വന്നിരിക്കുന്നുണ്ടാവുക. പക്ഷേ അതെല്ലാം ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഇടയിൽ നമുക്കൊരു തിയറി ക്ലാസ് പോലെ നമ്മളോട് പറയും വിശേഷങ്ങളും നമ്മുടെ കാര്യങ്ങളും. നമ്മളതിൻ്റെ ഇടയിൽ വിളിച്ച് നമ്മളോട് ചോദിക്കുക, എങ്ങനെയാടാ സുഖമല്ലേ, അങ്ങനെയൊക്കെ നമുക്കത് ചോദിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. അപ്പം നമുക്ക് ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മൾ നല്ല ഹാപ്പിയായി. നമുക്ക് ആ ദിവസം ഉറങ്ങുമ്പോൾ ഒക്കെ നല്ല മനസ്സിന് നല്ലൊരു സന്തോഷമാണ് നമുക്ക്. കാരണം അതുകൊണ്ട് നാളെ ആയിട്ടല്ലേ ഈ ക്ലാസ്സിന് കയറാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്ക് അത് കാരണം രാത്രിയൊക്കെ റെക്കോർഡ് ക്ലാസ് കേട്ട് ചെയ്യാമെന്നല്ല, എന്നാലും വെറുതെ നമ്മളെ ക്ലാസ്സൊക്കെ ഒന്ന് കണ്ടിരുന്ന് എന്നിട്ടൊക്കെ ഇടയ്ക്ക് ഞാൻ ഉറങ്ങുക. കാരണം ക്ലാസ് കാണുമ്പോഴും നമുക്കൊരു ഇതല്ലേ, നമുക്ക് ചെയ്യാൻ ഒരു ദിവസം ചെയ്യില്ല. ഞാൻ വെയിറ്റൊക്കെ കുറവുള്ള ആളായതുകൊണ്ട് ഞാൻ 2-3 ക്ലാസ് ഒന്നും ചെയ്യാറില്ല, ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്യുള്ളൂ. പക്ഷേ ഞാൻ പിന്നെ ആ റെക്കോർഡ് ക്ലാസ്സൊക്കെ കേൾക്കും. ചേച്ചിയുടെ സൗണ്ട് നമുക്കൊരു പ്രചോദനമല്ലേ. ഞാൻ പാട്ട് ക്ലാസ്സും ഡാൻസും അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഡാൻസിക്ക് ബാക്ക് പെയിൻ വന്നപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുക. പാട്ട് ക്ലാസ് ഞാനിങ്ങനെ പാടി നോക്കും, പാട്ടൊക്കെ ഇങ്ങനെ. അപ്പോൾ അത് കാരണം എനിക്കതൊക്കെ പാടാൻ ആരെങ്കിലും പറഞ്ഞാൽ ആദ്യം ഒരു മടിയായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ആര് പാടാൻ പറഞ്ഞാലും ഞാൻ കയറി പാടും. നമുക്ക് ശരിയായോ ശരിയായില്ലേ എന്ന് നോക്കണ്ടല്ലോ, നമ്മളങ്ങോട്ട് പാടല്ലേ വെച്ചിട്ട് ഞാനങ്ങോട്ട് പാടാം. അപ്പം എനിക്ക് ഈ ഒരു ധൈര്യമൊക്കെ കിട്ടിയത് എനിക്ക് എന്തായാലും ഈ യോഗ ക്ലാസ്സിലൂടെ തന്നെയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അവരും അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ഫ്രണ്ട്സ്, ഒരാൾ ഇപ്പോഴും ഇതിൽ തുടരുന്നുണ്ട്. അത് നല്ല മാറ്റമാണെന്ന് പറഞ്ഞിട്ട് തുടരുന്നുണ്ട്, ധന്യ പറഞ്ഞിട്ട്. അതൊക്കെ ഈ ക്ലാസ്സിലെ ഒരു നല്ല ഒരു അനുഭവമാണ് നമുക്ക്. എനിക്ക് പരിചയമില്ലാത്തൊരു ചേച്ചിയെ ഞാൻ ഈ ഇതിൽ ഫ്രീ ക്ലാസ്സിൽ കണ്ട് കയറിയിട്ട് പിന്നെ എനിക്ക് അങ്ങനെ എന്തോ ഒരു ബന്ധം, ആത്മബന്ധം ഉള്ള പോലെ തോന്നി ഈ ചേച്ചിയോട്. ഒരുപാട് നന്ദി ചേച്ചിക്ക്. ഞാൻ എന്തോ ഒരു മുൻജന്മ ബന്ധം ഉള്ള പോലെ തോന്നുന്നുണ്ട് എനിക്ക്. എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും ചേച്ചിക്ക് എന്നും കൂടെ ഉണ്ടാവും. യോഗ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര ഒരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ധൈര്യം കിട്ടാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾ ക്ലബിലൊക്കെ ഉണ്ട്, പാട്ടോ ഡാൻസോ പ്രസംഗമോ ഒക്കെ പറയാൻ നമുക്കൊരു ധൈര്യം ഇല്ലാത്തൊരു പേടിയായിരുന്നു. പൊതുവേ ഞാൻ സ്കൂട്ടി ഓടിക്കാൻ ലൈസൻസ് എടുത്ത് വെച്ചിട്ട് എനിക്കത് ഓടിക്കാനൊരു പേടിയായിരുന്നു. പക്ഷെ എനിക്ക് യോഗ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് സ്കൂട്ടി ഓടിക്കാനൊന്നും ഒരു പേടിയില്ല. എന്തിനും നമുക്ക് നേരിടാം, അങ്ങനെയുള്ളൊരു മനസ്സിൽ അങ്ങനെയുള്ളൊരു ഇത് എനിക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു എന്തിനും ഏതിനൊക്കെ. ഇപ്പൊക്കെ അങ്ങനെ ദേഷ്യമൊന്നും വരാറില്ല. ഞാൻ എല്ലാത്തിനും നല്ല സൗമ്യമായിട്ട് അങ്ങനെയുള്ളൊരു ഇത്. അപ്പം എന്നോട് ഇവിടെ പറയാറുണ്ട്, അമ്മയൊക്കെ പറയാം, ഇപ്പം ഇവൾക്ക് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടേണ്ട, നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മളെ പറഞ്ഞോട്ടെ, നമുക്കതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു ഇത് എനിക്ക് സ്വയം ഇതാവാൻ തുടങ്ങി. ഇതൊക്കെ എനിക്ക് ഈ മാറ്റമൊക്കെ ഉണ്ടായത് എനിക്ക് യോഗയിലൂടെയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് എല്ലാവരും യോഗയിൽ ജോയിൻ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.